അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യൂസുഫിനെതിരെ തങ്ങളുടെ പദ്ധതി നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി കൊണ്ട് യൂസുഫിനെ തങ്ങളുടെ കൂടെ കളിക്കാൻ വിടാൻ യൂസുഫിൻ്റെ സഹോദരങ്ങൾ പിതാവിനോട് തന്ത്രപരമായി ആവശ്യപ്പെടുന്നതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഞങ്ങൾ അവന് ഗുണകാംക്ഷയുള്ളവരാണെന്നും ഞങ്ങൾ അവനെ നന്നായി സംരക്ഷിക്കുമെന്നും പറഞ്ഞുകൊണ്ട് മക്കൾ യാക്കൂബ് നബിയെ നിർബന്ധിച്ചു. മക്കളുടെ ആവശ്യത്തിന് ഒടുവിൽ വഴങ്ങേണ്ടി വന്നെങ്കിലും യാക്കൂബ് നബി അലൈഹിസ്സലാം യൂസുഫിനെ അവരുടെ കൂടെ അയക്കാതിരിക്കാൻ ചില ഒഴികഴിവുകൾ പറഞ്ഞു നോക്കി. പക്ഷേ അവരുടെ കുതന്ത്രങ്ങൾക്ക് മുമ്പിൽ ഒടുവിൽ അദ്ദേഹം വഴങ്ങി. അങ്ങനെ അവർ യൂസുഫിനെ പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി തള്ളി. ഇക്കാര്യം പറയുന്ന 13, 14, 15 ആയത്തുകളാണ് ഇന്ന് പഠിക്കുന്നത്. قال إني ليحزنني أن تذهبوا به وأخاف أن يأكله الذئب وأنتم عنه غافلون قالوا لئن أكله الذئب ونحن عصبة إنا إذا لخاسرون فلما ذهبوا به وأجمعوا أن يجعلوه في غيابة الجب وأوهينا إليه لتنبئنهم بأمرهم هذا وهم لا يشعرون قال യാക്കൂബ് നബി പറഞ്ഞു, യൂസുഫിനെ തങ്ങളോടൊപ്പം വിടണമെന്ന മക്കളുടെ ആവശ്യത്തിന് മറുപടിയായിക്കൊണ്ട് പിതാവ് അവരോട് പറഞ്ഞു, ഇന്നി ലയഹ്സുനുനി, തീർച്ചയായും എനിക്ക് മനക്ലേശമുണ്ടാക്കുന്നു. തീർച്ചയായും നിങ്ങൾ അവനെ കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഞാൻ ദുഃഖിക്കുന്നു. അൻ തദ്ഹബൂ ബിഹി, നിങ്ങൾ അവനെ കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വലിയ ഉറപ്പൊക്കെ തരുന്നുണ്ടെങ്കിലും എനിക്ക് അവനെ നിങ്ങൾ കൊണ്ടുപോകുന്ന കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട്. വ അഖാഫു, ഞാൻ ഭയക്കുകയും ചെയ്യുന്നു. അൻ യഅ്കുലഹു ദിഅ്ബു, അവനെ ചെന്നായ തിന്നു കളയുമോ എന്ന്. വ അൻതും അൻഹു ഗാഫിലൂൻ, നിങ്ങൾ അവനെക്കുറിച്ച് അശ്രദ്ധരാവുമ്പോൾ, നിങ്ങൾ കാലികളെ മേച്ച് നടക്കുമ്പോൾ, നിങ്ങൾ കാട്ടുകനികൾ പറിച്ചു തിന്ന് നടക്കുമ്പോൾ, നിങ്ങൾ കളിയുടെ രസത്തിൽ ആവേശത്തിലാവുമ്പോൾ നിങ്ങൾ യൂസുഫിനെ ശ്രദ്ധിക്കാതെ പോവുകയും അങ്ങനെ അവനെ ചെന്നായ പിടിച്ചു തിന്നുകയും ചെയ്യും എന്ന് ഞാൻ ഭയപ്പെടുന്നു. അന്നത്തെ കാലത്ത് മനുഷ്യനെ കൊന്നു തിന്നുന്ന ചെന്നായ്ക്കൾ ധാരാളമായി ഉണ്ടായിരുന്ന 2 പ്രദേശങ്ങളിൽ ഒന്നായിരുന്നു യാക്കൂബ് നബിയും മക്കളും ജീവിച്ചിരുന്ന ഫലസ്തീൻ ഉൾക്കൊള്ളുന്ന ഷാം പ്രദേശം. മറ്റൊന്ന് റഷ്യൻ പ്രദേശങ്ങളായിരുന്നു. ഏതായാലും ചെന്നായ പിടികൂടുന്നത് പൊതുവെ അന്ന് അവിടെയുള്ള മനുഷ്യർ ഭയപ്പെട്ടിരുന്നു. ആ ഭയം തന്നെയാണ് മക്കളുടെ അശ്രദ്ധ കാരണം യൂസുഫിനെയും ചെന്നായ പിടികൂടുമോ എന്ന് ഞാൻ ഭയക്കുന്നു എന്ന് യാക്കൂബ് നബി പറയുന്നത്. യൂസുഫാണെങ്കിൽ പുറത്തിറങ്ങി പരിചയമില്ലാത്തത് കൊണ്ട് ചെന്നായ്ക്കളെ ആട്ടിയോടിക്കാനുള്ള പരിചയമോ മിടുക്കോ ഇല്ലാത്തവനാണ് താനും. എന്നാൽ എങ്ങനെയെങ്കിലും യൂസുഫിനെ വിട്ടുകിട്ടണം, എങ്കിലേ അവരുടെ പദ്ധതി നടപ്പാവുകയുള്ളൂ. അതിനായി അവർ വീണ്ടും കളവ് പറഞ്ഞ് ഉപ്പാനെ സമ്മതിപ്പിക്കുകയാണ്. കാലു, അവർ പറഞ്ഞു, ലഇൻ അക്കലഹു ദിഅ്ബു, അവനെ ചെന്നായ തിന്നുകയാണെങ്കിൽ, വനഹ്നു ഉസ്ബത്തുൻ, ഞങ്ങളാകട്ടെ ഇത്ര ശക്തമായ ഒരു സംഘമുണ്ടായിരിക്കുകയും ചെയ്യുക, ഇന്ന ഇദൽ ലഖാസിറൂൻ, അപ്പോൾ പിന്നെ ഞങ്ങൾ നഷ്ടപ്പെട്ടവർ തന്നെയാകുമല്ലോ എന്ന് പറഞ്ഞാൽ അവർ പിതാവിനോട് പറയുന്നത് ഇതാണ്: ഞങ്ങൾ എന്തിനും പോന്ന ശക്തരായ 10 പേരുടെ ഒരു സംഘം അവൻ്റെ സംരക്ഷണത്തിനായി കൂടെ ഉണ്ടായിരിക്കെ പിന്നെ അവനെ ചെന്നായ പിടിക്കുകയോ? അതാണോ അങ്ങ് ഭയക്കുന്നത്? പിന്നെ ഞങ്ങൾ എന്തിനു കൊള്ളും? അപ്പോൾ ഞങ്ങൾ ഒന്നിനും കൊള്ളാത്തവരായി പോവില്ലേ? ഇങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ അനുജനോട് അങ്ങേയറ്റം സ്നേഹമുള്ളവരാണെന്ന് ആവർത്തിച്ച് ആണയിട്ട് പറഞ്ഞുകൊണ്ട് യൂസുഫിനെ വനപ്രദേശത്തെ മേച്ചിൽ പുറത്തേക്ക് കൊണ്ടുപോകാൻ പിതാവിൽ നിന്ന് നിർബന്ധിച്ച് അവർ സമ്മതം വാങ്ങി. ഫലമ്മാ ദഹബൂ ബിഹി, അങ്ങനെ അവർ അവനെയും കൊണ്ട് പോയപ്പോൾ, വ അജ്മഉ അൻ യജ്അലൂഹു ഫീ ഗയാബത്തിൽ ജുബ്ബി, അവനെ പൊട്ടക്കിണറ്റിലിടാമെന്ന കാര്യത്തിൽ അവരെല്ലാവരും യോജിക്കുകയും ചെയ്തപ്പോൾ, യൂസുഫിനെയും കൊണ്ട് പോകുമ്പോൾ അവർക്കിടയിൽ തർക്കം ഉടലെടുത്തു. യൂസുഫിനെ കൊന്നുകളയുന്നത് തന്നെയാണ് യൂസുഫിനെ പിതാവിൽ നിന്ന് അകറ്റാനുള്ള നല്ല വഴി എന്ന അഭിപ്രായം വീണ്ടും ഉയർന്നു വന്നു. ഒടുവിൽ സ്വന്തം അനുജനോട് അത്ര ക്രൂരത വേണ്ട എന്ന അഭിപ്രായത്തിൽ അവനെ കിണറ്റിലെറിഞ്ഞാൽ മതി എന്നതിനോട് എല്ലാവരും യോജിച്ചു. എങ്കിലും അവർ അവൻ്റെ വസ്ത്രം ഊരുകയും ഉപദ്രവിക്കുകയും ചെയ്തുവെന്ന് ചില റിപ്പോർട്ടുകളിൽ കാണുന്നു. അല്ലാഹു ആലം. അങ്ങനെ പൊട്ടക്കിണറ്റിൻ്റെ ഇരുട്ടറയിലേക്ക് യൂസുഫ് എന്ന ബാലൻ
തള്ളപ്പെടുകയാണ്. അദ്ദേഹം ഭയപ്പെടുകയും ദുഃഖപരവശനാവുകയും ചെയ്തപ്പോൾ അള്ളാഹു അദ്ദേഹത്തിന് ആശ്വാസം നൽകി. വ ഔഹൈന ഇലൈഹി, നാം അവന് ബോധനം ചെയ്യുകയും ചെയ്തു, നാം അവന് വഹ്യ് നൽകി തോന്നിപ്പിച്ചു. അള്ളാഹു അദ്ദേഹത്തെ സമാധാനിപ്പിച്ചുകൊണ്ട് മനസ്സിൽ തോന്നിപ്പിച്ചുകൊണ്ട് അറിയിച്ചു, ലതുനബ്ബി അന്നഹും ബി അംരിഹിം ഹാദാ, അവരുടെ ഈ ചെയ്തികളെക്കുറിച്ചൊക്കെ നീ അവരോട് പറയുന്ന ഒരു സന്ദർഭം വരാനിരിക്കുന്നുണ്ട്. നീ ഭയപ്പെടേണ്ട, നീ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഒടുവിൽ ഉയർന്ന പദവിയിലെത്തുന്ന ഒരു അവസരം വരാനിരിക്കുന്നു. അന്ന് നിന്നോട് ഈ ക്രൂരത കാട്ടിയവരൊക്കെ നിന്റെ കാൽക്കീഴിൽ വരും. നിന്നോട് ദയക്ക് വേണ്ടി അവർ കെഞ്ചുന്ന ഒരവസരം വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നിവർ ചെയ്ത ഈ ക്രൂരകൃത്യത്തെക്കുറിച്ച് നിനക്ക് അവരോട് പറയാനുള്ള അവസരമുണ്ടാവും. വഹും ലാ യശ്ഉറൂൻ, അവരാകട്ടെ അതേക്കുറിച്ചൊന്നും ബോധമില്ലാത്തവരാകുന്നു. അവരെന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ അറിയുന്നില്ല. അള്ളാഹു നിന്നെ രക്ഷിക്കാനുണ്ട് എന്ന കാര്യത്തെക്കുറിച്ചൊന്നും അവർക്ക് ബോധമില്ല. ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് നീ ഉയർന്ന സ്ഥാനത്തെത്തുമ്പോൾ നിന്റെ കീഴിൽ അവർ വരുമെന്നും നിന്റെ ദയക്ക് വേണ്ടി അവർ യാചിക്കുന്ന അവസ്ഥയുണ്ടാവുമെന്നൊന്നും അവർക്കിപ്പോൾ അറിയില്ല. ഇതൊക്കെ അവർ അറിയുന്നില്ല, അവർക്ക് ബോധമില്ല എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശങ്ങളിൽപ്പെട്ടതാവാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.